ഇനിയും എൻ്റെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുണ്ട്. ഇനിയും എൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാനുണ്ട്. ആ നിലവാരത്തിൽ ആഴമായി വിശ്വാസത്തിൻ്റെ തലങ്ങൾ തുറക്കപ്പെടുന്ന ജീവിതം കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്കായി സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന ദൂത് കർത്താവിൻ്റെ വചനം പറയുന്നു. യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി. ദൈവത്തിൻ്റെ പൈതലേ, കർത്താവിൻ്റെ അതിശക്തമായ ദൂത് ഇന്ന് വിശ്വസിക്കുവാൻ ഇടയായി തീരട്ടെ. ഇപ്പോഴുള്ളതിനേക്കാൾ ചില വ്യത്യാസങ്ങൾ ജീവിതത്തിൻ്റെ ചുറ്റുപാട് സ്ഥിതികളിൽ സാഹചര്യങ്ങളിൽ ദൈവം വരുത്താൻ പോവുക. അപ്രകാരം വിശ്വസിക്കുവാൻ ഇടയാകുന്നത് ഇനിയും എൻ്റെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്, ഇനിയും എൻ്റെ മേൽ ദൈവ പദ്ധതികളുണ്ട്. ആ നിലയിൽ ആഴമായി വചനം ഏറ്റെടുക്കുവാൻ ഇടയാകട്ടെ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ മെച്ചപ്പെടുന്ന നിലയിലാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ കിടക്കുന്നത്, ദൈവത്തിൻ്റെ പ്ലാനുകൾ കിടക്കുന്നത്. അത് ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ ചൊരിയും, അത് ഈ ദിവസങ്ങളിൽ എൻ്റെ മേൽ വെളിപ്പെട്ട് വരും. അതിൻ്റെ സമയം സമാപ്തിയും കർത്താവിത കണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധാത്മ വ്യക്തമാക്കുന്നു. ഇപ്പോഴുള്ളതിനേക്കാൾ ചിലതൊക്കെ ഇരട്ടിക്കണമെങ്കിൽ, നന്മകൾ വർദ്ധിപ്പിക്കുന്ന ദൈവപ്രവൃത്തി നമ്മുടെ കൂടാരത്തിൽ സംഭവിക്കണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വിശ്വാസം വർദ്ധിക്കണം. അതുകൊണ്ടല്ലേ അപ്പോസ്തലന്മാർ ദൈവസന്നിധിയിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. അവർക്ക് വിശ്വാസമുണ്ട്, ആ സമയത്ത് വിശ്വാസമുണ്ട്, പക്ഷെ അത് പോരാ. അവർക്ക് ആ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു കിട്ടണം. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോഴുള്ള വിശ്വാസത്തെക്കാൾ വിശ്വാസം ഒന്ന് വർദ്ധിച്ച അസാധാരണ മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുന്നത്. ഇപ്പോഴുള്ള പ്രാർത്ഥനയുടെ തലങ്ങൾക്ക് ഒരു വ്യത്യാസം വന്നാൽ വെളിപ്പെടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ വിലയേറിയതായിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുക്കട്ടെ. ഇപ്പോഴുള്ള എൻ്റെ ആത്മീയ അവസ്ഥ ഇത് പോരാ, എനിക്കിനിയും വളരണം, ഇനിയും വളർച്ച പ്രാപിക്കണം. ആ നിലവാരത്തിൽ കാഴ്ചപ്പാടോടെ ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളുടെ മേലാ ചിലതൊക്കെ ഇരട്ടിക്കാൻ പോകുന്നത്. ഈ വിശ്വാസത്തിൽ നടക്കുവാൻ സാധ്യതകൾ കുറവായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോഴുള്ള വിശ്വാസത്തെക്കാൾ ഇരട്ടിയാകുന്നൊരു വർധന വിശ്വാസത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെട്ട് വരുമ്പോൾ സ്വർഗം ചലിക്കും, ദൈവം പ്രവർത്തിക്കും. അതുപോലെ പരിശുദ്ധാത്മാ ദൂത് ഇടപെടുക. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 10,000 നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൻ്റെ മധ്യേ അവർക്കുള്ളത് 5 അപ്പവും 2 മീൻ. ഇപ്പോഴുള്ളത് അത്രയേ ഉള്ളൂ, തികയത്തില്ല, അതിനകത്ത് തൃപ്തി വരത്തില്ല. ഒരു കാരണവശാലും അതിനകത്ത് ആ ഒരു സാഹചര്യത്തിലും അത് ഫലം കാണത്തില്ല. ആ അവസ്ഥയാ ഇപ്പോഴുള്ളത്. എന്നാൽ കർത്താവ് അതിനെ ഇരട്ടിപ്പിക്കുക, ദൈവം അതിനെ വർദ്ധിപ്പിക്കുക. വചനത്തിൽ നിന്ന് വ്യക്തമല്ലേ, ആ അത്ഭുതങ്ങളിൽ നിന്ന് വ്യക്തമല്ലേ കർത്താവിന് എത്ര ഇരട്ടിയാക്കാൻ കഴിയുമെന്ന് വചനം വ്യക്തമാക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇപ്പോഴുള്ള ആ അവസ്ഥ, ഇപ്പോഴുള്ളത് തികയത്തില്ല, അതിനകത്ത് തൃപ്തിയില്ല, സംതൃപ്തിപ്പെടുവാൻ കഴിയത്തില്ല. ആ നിലയിൽ ആ സാഹചര്യമായിരിക്കുന്നു. പക്ഷേ അത് വർദ്ധിക്കും കേട്ടോ. ദൂതേറ്റെടുത്തോ, അത് വർദ്ധിക്കാൻ പോവാ. ഇപ്പോഴുള്ളതിനേക്കാൾ എൻ്റെ സാലറി വർദ്ധിക്കാൻ പോവാ, എൻ്റെ വരുമാനം വർദ്ധിക്കാൻ
പ്രവർത്തിക്കാൻ പോവുക. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വിശാലത ഇനിയും കടന്നു വരാൻ പോവുക. അതാ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ പദ്ധതി. അത് സംഭവിക്കാൻ പോവുക, അത് നടക്കാൻ പോവുക. വിശ്വസിക്കട്ടെ, ദൂതേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ ദൂതനായി ശബ്ദത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം, സഹായിക്കണം. ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ വിടുതൽ, വലിയ ദൈവപ്രവൃത്തി കാണുക, ഇരട്ടിക്കുന്ന ദൈവിക നന്മകൾ കാണുക. ദൈവം ഇടയാക്കാൻ പോകുന്ന